ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു നാച്ചുറൽ ഷാമ്പു ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെമ്പരത്തി ഇലയും പൂവും പിന്നെ 2 കറ്റാർവാഴയുടെ പീസുമാണ്. ഇത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെമ്പരത്തിയും ഇലയും പൂവും കൂടി ഒരു കല്ലിലിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരച്ചെടുക്കുക. നന്നായിട്ട് ഉരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു നീര് പുറത്തേക്ക് വരും. അന്നേരം ആ നീരെല്ലാം കൂടെ നമ്മൾ പിഴിഞ്ഞ് എടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് കൊണ്ട്, ഹെയർ പാക്കല്ല, ഒരു നാച്ചുറൽ ഷാമ്പു ആണിത്. അപ്പോൾ ഈ ഒരു ഷാമ്പു കൊണ്ട് നമ്മുടെ ഹെയറിന് ഒരു തരത്തിലുള്ള ഒരു ഡാമേജുകളും ഉണ്ടാകത്തില്ല. നമ്മൾ സാധാരണ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴേക്കും ഹെയർ ഭയങ്കര ഡ്രൈനെസ്സും എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡ്രൈനെസ് ഒന്നും ഉണ്ടാകത്തില്ല. മുടി അത്യാവശ്യം സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ ഷാമ്പു പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത് നമുക്ക് 1 ടൈം യൂസിനേ പറ്റുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി ഇതിന് ശേഷം ഇത് അരിച്ചെടുക്കുക. അത് അരിക്കാൻ കുറച്ച് പാടാണ്. ഇതൊരു തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അരിപ്പയേക്കാളും. എനിക്കങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അരിപ്പയിൽ നന്നായിട്ട് സ്ട്രെയിൻ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം പുറത്തേക്ക് കളയാം. എന്നിട്ട് ബാക്കിയുള്ള മിച്ചമുള്ളതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അലോവേര എടുക്കും. അലോവേര എടുത്തിട്ട് ഇതുപോലെ പിച്ചാത്തി കൊണ്ട് നന്നായിട്ട് ചീകി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ജെല്ല് മൊത്തം എടുക്കുക. പിന്നെ അലോവേര എടുക്കുമ്പോൾ അലോവേര മുറിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലേ അതിനകത്തുള്ളൊരു മഞ്ഞക്കറ പോവുള്ളൂ. ആ മഞ്ഞക്കറ ഉണ്ടായാൽ നമ്മൾ കയ്യിലെടുക്കുമ്പോഴും അതേപോലെ തന്നെ തല തേക്കുമ്പോഴും ഒക്കെ ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം അലോവേര മുറിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും. അങ്ങനെ അലോവേര ജെല്ലെല്ലാം നമ്മളിട്ടു. ഇനി ശേഷം നന്നായിട്ട് ഇത് രണ്ടും കൂടെ, അലോവേരയും ചെമ്പരത്തിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു തലയിൽ നന്നായിട്ട്, തലയോട്ടിയിലും തലയിലെ മുടി മൊത്തം എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത്തിൽ നന്നായിട്ട് നല്ല പതപ്പിച്ച് തേക്കുക. അതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് വെച്ച ശേഷം പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.